നരേന്ദ്രമോദി സർക്കാരിനെതിരെ അതിശക്തമായ ജനകീയ സമരങ്ങൾ ഉയർന്നുവരണമെന്ന് സിപിഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊകേരി പറഞ്ഞു. രാജ്യത്തെ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ബിജെപി സർക്കാർ രാജ്യത്തെ ജനകീയ പോരാട്ടങ്ങൾക്ക് മുൻപിൽ മുട്ടുമടക്കുമെന്ന് കർഷക സമരവും വിദ്യാർത്ഥി സമരവും തെളിയിച്ചു കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് നടന്ന മുൻ MLA M നാരായണൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സിപിഐ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണെന്നും അതുകൊണ്ടാണ് മാറ്റം അനിവാര്യമെന്ന മുദ്രാവാക്യം ഉയർത്തി രാജ്യത്താകെ പ്രചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാനും സെപ്റ്റംബർ 1 കൃഷിക്കാരും തൊഴിലാളികളും സ്ത്രീകളും യുവാക്കളും വിദ്യാർത്ഥികളുമെല്ലാം ഉൾപ്പെടെ ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ ഒത്തുചേരുന്നതെന്നും ഇതിനുള്ള വിപുലമായ ഒരുക്കങ്ങളാണ് രാജ്യത്താകെ നടന്നുവരുന്നതെന്നും സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും തിരിച്ചറിഞ്ഞ അവരോടൊപ്പം ജീവിച്ച ഒരു നേതാവാണ് M നാരായണനെന്നും നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ നിയമസഭയിൽ സന്ദർഭം കിട്ടുമ്പോഴെല്ലാം അവർക്ക് വേണ്ടി ശബ്ദിച്ച ജനപ്രതിനിധി കൂടിയാണ് M നാരായണനെന്നും അദ്ദേഹം പറഞ്ഞു. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ എല്ലാ മതവിഭാഗങ്ങൾക്കും സ്വതന്ത്രമായി ഇവിടെ പൗരന്മാരെ പോലെ ജീവിക്കാനുള്ള അവകാശം ഉറപ്പുവരുന്നതാണ് സെക്യുലറിസം. ഹിന്ദുവാകട്ടെ, മുസ്ലിമാവട്ടെ, പാർസിയാവട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, ഏത് മതവിശ്വാസികളാവട്ടെ, മതമില്ലാത്തവരാവട്ടെ, അവരെല്ലാം ഇന്ത്യയുടെ തുല്യ പൗരന്മാരെന്ന നിലയ്ക്ക് തുല്യ പരിഗണന നൽകുന്ന ഒരു കൺസെപ്റ്റാണ് ഭരണഘടനയിലുള്ളത്. സോഷ്യലിസം തുല്യതയുടെ ഒരു സന്ദേശം നൽകുന്ന ഒരു സന്ദേശം നൽകുന്നതാണ് സോഷ്യലിസം. ഇതെല്ലാം മാറ്റണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. മാറ്റണമെന്ന് തീരുമാനിക്കുക മാത്രമല്ല, അതിനുള്ള ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പോവുകയാണ്. അതിലേക്ക് പോകുന്നതിന് വേണ്ടി ഭരണഘടനയുടെ മൗലികമായ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ 3-2 ഭൂരിപക്ഷം ഉണ്ടാകണം. 3-2 ഭൂരിപക്ഷം ഇല്ല. അപ്പോൾ വില കൊടുത്ത് MPമാരെ വാങ്ങിക്കുക. ഈ കഴിഞ്ഞ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന എത്ര MPമാരെയാണ് കോടിക്കണക്കിന് രൂപ, 50 കോടി എത്രയാണോ ചോദിക്കുന്നത് അത് കൊടുക്കും. എത്ര MPമാരെ മാറ്റി, എത്ര പാർട്ടികളെ സ്പ്ലിറ്റ് ചെയ്തു, പാർട്ടികളെ പുലർത്തി ഒപ്പം നിൽക്കുന്ന പാർട്ടികൾക്ക് തൃണമൂലിനെ പുലർത്തി. അനുസ്മരണ സമ്മേളനത്തിൽ സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബംഗളം കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സിപിഐ ജില്ലാ സെക്രട്ടറി CP ബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ V രാജൻ, M അസിനാർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KV കൃഷ്ണൻ, M കുമാരൻ, മുൻ MLA P വിജയകുമാർ എന്നിവർ സംസാരിച്ചു. സിപിഐ കാഞ്ഞങ്ങാട് മണ്ഡലം സെക്രട്ടറി N ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.